അപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചെത്തിയിട്ടോ. ഞങ്ങൾ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. സാധാരണ ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ വീഡിയോ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നു. വീടൊക്കെ കൂട്ടിയിട്ടാണല്ലോ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചെത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസുകളൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ശരിക്കും നാട്ടിൽ പോയത് ജാനുവരി 10-ാം തീയതിയാണ് പോയത്. ജാനുവരി 10-ാം തീയതി പോയിട്ട് ഞങ്ങൾ ജാനുവരി 24-ാം തീയതി ഞാൻ തിരിച്ചു വന്നു. അലീനയും മീനയും 21-ാം തീയതി തിരിച്ചു വന്നു. പിന്നെ പോൾസേട്ടൻ ജാനുവരി അവസാനമാണ് വന്നത്. ഞാൻ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പോൾസേട്ടൻ വന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ കോഴികളും പൂച്ചകളും ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടെ ഒരു വലിയൊരു സ്നോ സ്റ്റോം വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ഉണ്ടായിരുന്നു സ്നോ സ്റ്റോം വന്നിട്ടുണ്ടായിരുന്നു. ആ തിങ്കളാഴ്ചയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഒരാഴ്ച മുമ്പ് എനിക്കാണെങ്കിൽ പോൾസേട്ടനോട് വന്നാൽ മതിയായിരുന്നു. എനിക്കോട് വന്നിട്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. പക്ഷേ ഞാൻ ഈ കോഴികളും പൂച്ചകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച മുമ്പ് പോകുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഈ വർഷം ഒരുമിച്ച് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ നാട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു. പോൾസേട്ടൻ്റെ സിസ്റ്ററുടെ മോൻ്റെയും കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ പോയത്. പക്ഷെ നമുക്ക് പോയപ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു കോഴികളും പൂച്ചകളൊക്കെ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാവുമെന്ന്. നമ്മൾ വരുന്ന സമയത്ത് ആർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ഏറ്റവും ആദ്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിമ്പുവിനെ ഇപ്പോൾ കാണാനില്ല. നമ്മൾ വന്ന അന്ന് ഞാനും നീയാൻ കൂടിയിട്ടാണ് വന്നത്. വന്നന്ന് ഭയങ്കര സ്നോയൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വീടിൻ്റെ അവിടേക്ക് കയറാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അത് അത്രയും കനത്തിലൊക്കെയായിരുന്നു സ്നോ ഉണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ കുറേ പാടെ കഴിച്ച് അപ്പുറത്തെ ഡ്രൈവർ കൂടെ കയറിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കയറിയത്. നമ്മൾ വന്ന വഴിക്ക് തന്നെ വേഗം നമ്മൾ ചിമ്പുവിനെ വിളിച്ചപ്പോഴേക്കും ചിമ്പു വേഗം ഓടി വന്നു. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പൂച്ചകളൊക്കെ വന്നു. പിന്നെ പിറ്റേ ദിവസം നേരം കൊണ്ട് നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ കോഴികളെല്ലാവരും ആർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചിമ്പുവിനെ ഇപ്പോൾ കാണാണ്ടായിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ഇന്നത്തേക്ക് 2 ആഴ്ചയാവും. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ച രാത്രിയാണ് അവസാനമായിട്ട് നമ്മൾ അവനെ കണ്ടത്. 17-ാം തീയതിയോ 18-ാം തീയതി കാണാണ്ട ആവണൻ്റെ ആ 2 ദിവസം ചൊവ്വാഴ്ച രാത്രിയാണ് അവൻ പോയത്. ഭക്ഷണം കഴിച്ചിട്ട് പോയി. പിന്നെ ബുധനാഴ്ച നമ്മൾ അവനെ കണ്ടില്ല. തിങ്കളും ചൊവ്വയും എനിക്ക് ഭയങ്കര പനിയായിരുന്നു, വൈറൽ ഫീവർ ആയിരുന്നേ. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ എന്നും അവന് ഭക്ഷണം കൊടുക്കണത്. അപ്പോൾ തിങ്കളാഴ്ച എനിക്ക് കാലത്തൊന്നും കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. എനിക്കൊരു ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞ് പെട്ടെന്ന് പനി വന്നു. പിന്നെ ഞാൻ പോയി കിടന്നു. വയറിനൊന്നും സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയി കിടന്നു. അപ്പോൾ അന്ന് ഞാൻ ഭക്ഷണം അവിടെ തീർന്നിരിക്കുകയായിരുന്നു. താഴെ പോയിട്ട് എടുക്കണമായിരുന്നു. പോൾസേട്ടൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പോൾസേട്ടൻ കിടന്നു. പോൾസേട്ടൻ പറഞ്ഞു ഞാൻ പോൾസേട്ടൻ കിടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പനിയാണെങ്കിൽ ഞാൻ എഴുന്നേക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ താഴെ പോയി തീറ്റ എടുത്തുകൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു. അന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ചിമ്പുവിനെ എപ്പോഴും നമ്മൾ മിക്ക ദിവസവും ചിമ്പുവിനെ എപ്പോഴും അകത്തേക്ക് കയറ്റും. തണുപ്പൊക്കെ ഉള്ളപ്പോഴെന്നാലും ഇപ്പം ആസ്പിൻ്റെ കൂടി ഇല്ലല്ലോ. എന്നാലും ചിമ്പുവിനെ എപ്പോഴും നമ്മൾ അകത്ത് കയറ്റുമായിരുന്നു. പക്ഷെ ചിമ്പുവിനെ അധികം നേരം അകത്ത് നിൽക്കുന്ന ഇഷ്ടമില്ല. കുറച്ച് നേരം നിൽക്കും, പിന്നെ പുറത്തേക്ക് പോകും. നല്ല തണുപ്പൊക്കെ നമ്മൾ വന്ന സമയത്തേക്ക് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അവനകത്താണ് കിടന്നു തുടങ്ങിയിരുന്നത്. നേരം വെളുക്കുമ്പോഴേക്കും അവൻ എഴുന്നേറ്റ് പോകും. അപ്പോൾ തിങ്കളാഴ്ച അന്ന് വൈകിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നെങ്കിൽ അവന് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അറിയാൻ എപ്പോഴും നമ്മൾ കയറ്റും. അന്ന് കയറാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പിടിച്ചു നിർത്തി. അയ്യോ നീ കയറില്ല, എനിക്ക് വയ്യ, നീ കയറില്ല. കാരണം അവന് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ നോക്കി നിൽക്കണം ഞാൻ. അപ്പോൾ എനിക്ക് തീരെ വയ്യല്ലോ. അങ്ങനെ അവനന്ന് അകത്തേക്ക് കയറ്റിയില്ല. അപ്പോൾ മറ്റുള്ള പൂച്ചകളുടെ കൂടെ അവന് ഭക്ഷണം കൊടുത്തു. അങ്ങനെയും നമ്മൾ കൊടുക്കാറുണ്ട്. അവനകത്തേക്ക് കയറി വരുമ്പോൾ നമ്മൾ അവനെ കയറ്റും. അപ്പോൾ അന്ന് അവന് അങ്ങനെ ഭക്ഷണം കൊടുത്തു. പിന്നെ ചൊവ്വാഴ്ച രാവിലെ നമ്മൾ ഭക്ഷണം കൊടുത്തു. അത് ആരാ കൊടുത്തത് ഞാൻ ഓർക്കണില്ല, ഞാനായിരിക്കും കൊടുത്തേക്കുന്നത്. പിന്നെ ചൊവ്വാഴ്ച അന്ന് വൈകിട്ട് പോൾസേട്ടൻ്റെ ഭക്ഷണം കൊടുത്തു. കാരണം തിങ്കളാഴ്ച എനിക്ക് പനി തുടങ്ങിയിട്ട് ചൊവ്വാഴ്ച ആയിപ്പോഴേക്കും എനിക്ക് ഭയങ്കര വയറിളക്കായി. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. അതേപോലെ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് ചൊവ്വാഴ്ച വൈകിട്ട് പോൾസേട്ടന് ഇവന് ഭക്ഷണം കൊടുത്തു. ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണ് ഇവന് ഭക്ഷണം കൊടുക്കുന്നത്. 6 മണി 6:30 ആയിട്ടുണ്ടാവും തോന്നുന്നു. എനിക്ക് സമയം അത്ര ഓർക്കണില്ല, കാരണം ഞാൻ എപ്പോഴും കിടപ്പന്നെയായിരുന്നു. അപ്പോൾ പോൾസേട്ടൻ ഭക്ഷണം അന്നും പോൾസേട്ടൻ അവന് പുറത്ത് അവർ 3 പേരോടും പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു. ഞാനപ്പോൾ അടുക്കളയിൽ നിന്ന്
എന്നിട്ട് ബെഡ്റൂമിലേക്ക് അങ്ങനെ കിടന്നു പോകുമ്പോൾ നമ്മുടെ അടുക്കളയുടെ അവിടെ നിന്ന് കിടന്ന ഗ്ലാസ് ഡോർ ഉണ്ടല്ലോ, അവിടെ നോക്കി നമുക്ക് കാണാം. ചിമ്പു അവിടെ നിന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ടാ. അപ്പോൾ ഞാൻ പോയില്ല, കാരണം അങ്ങനെ ഒരു സമയത്ത് തന്നെ നോക്കാറില്ല. ഞാൻ അങ്ങനെ പോയി ബെഡ്റൂം, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയിട്ട് അങ്ങനെ പോയി കിടന്നു. അതാണ് നമ്മൾ അവസാനമായിട്ട് അവനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ പോയിന്ന് നമുക്കറിയില്ലല്ലോ. ബുധനാഴ്ച നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അവനെ കണ്ടില്ല. ചിലപ്പോൾ അവൻ രാവിലെ അങ്ങനെ വരലില്ല. ചിലപ്പോൾ ഗ്രീൻ ഹൗസിൽ കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റേ പൂച്ചകൾ, വേറെ 2 പൂച്ചകളുണ്ടല്ലോ, കാജലും ക്യാഷും. അവർ അപ്പുറത്തെ വീടിൻ്റെ അവിടെ അവർക്കൊരു ഗരാജുണ്ട്, അവിടെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ചിമ്പു ചിലപ്പോൾ അവിടെ പോയി കിടക്കാറുണ്ട്. ബുധനാഴ്ച രാവിലെ നോക്കിയപ്പോൾ അവനെ കണ്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നും വിചാരിച്ചൊന്നുമില്ല, അവനൊക്കെ തണുപ്പൊക്കെയുള്ള അവിടെയും പോയി കിടക്കണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പിന്നെ കോഴികളുടെ അടുത്തും പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഓൾറെഡി നമ്മളവിടെ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ച ഞാൻ രുചി കഴിഞ്ഞപ്പോൾ എൻ്റെ തലയ്ക്ക് പൊന്തിക്കാറായി കഴിഞ്ഞപ്പോൾ ഞാൻ കോഴികളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ചിമ്പു അല്ലെങ്കിൽ സാധാരണ എപ്പോഴും ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ എഴുന്നേറ്റ് വരും. എവിടെ ഉണ്ടെങ്കിലും എൻ്റെ സൗണ്ടേക്കും കൂട്ടി വരും. അപ്പോൾ ബുധനാഴ്ച ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാൻ ചെന്നപ്പോൾ വന്നില്ല. ചോദിച്ചത് എവിടെ പോയി ചെറുക്കെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. എന്നിട്ട് അപ്പോഴും ബുധനാഴ്ച പിന്നെ നമ്മളിവിടെ കിടന്ന് എല്ലായിടത്തും കിടന്ന് വിളിച്ചു. അവൻ വന്നില്ല. അപ്പം വിചാരിച്ചു എവിടെയെങ്കിലും ഉണ്ടാവും, അവനങ്ങനെ പോകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച കഴിപ്പിക്കാൻ എൻ്റെ പനിയൊക്കെ കുറഞ്ഞു. കാരണം പനിയായിട്ട് ആദ്യം വന്നു, അത് കഴിഞ്ഞ് വയറിളക്കം വന്നു, അത് കഴിഞ്ഞപ്പോഴേക്കും പനി 2 ദിവസം കൊണ്ട് എൻ്റെ പനിയൊക്കെ മാറി. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ഞാൻ നേരം വെളുത്ത് ഞാൻ വന്ന് നോക്കിയപ്പോൾ വാതിലിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു കിളീനെ കൊണ്ടുവന്ന് വെച്ചേക്കണം, ഒരു ചത്ത കിളീനെ കൊണ്ടുവന്ന് വെച്ചേക്കണം. അപ്പോൾ സാധാരണ നമ്മുടെ വിചാരം ചിമ്പോണ് കിളീനെ കൊണ്ടുവന്ന് വെക്കില്ല, മറ്റേ 2 പൂച്ചകൾ അങ്ങനെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ രാത്രി ചിമ്പു വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഒരു കിളീനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ നീന പറഞ്ഞു അതാവും തന്നെ ആയിരിക്കുള്ളൂ, മറ്റവർ 2 പേരും കിളീനൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞു. കാരണം അവർ അങ്ങനത്തെ ഒരു പ്രകൃത. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നോക്കി ആ കിളിയുടെ ചിറക് 2ഉം മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മറ്റേ പൂച്ചകളിൽ ക്യാഷ് അതിനെ കളിക്കണ്ടായിരുന്നു, അതിനെ പിടിച്ചിട്ട്, ആ കിളീനെ പിടിച്ചിട്ട്. എനിക്ക് തോന്നി ചിമ്പു ആയിരിക്കില്ല കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്, ഈ മറ്റേ പൂച്ചകൾ തന്നെയായിരിക്കും എന്ന് വിചാരിച്ചത്. നമ്മൾ ചിമ്പു രാത്രി വന്ന് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇല്ലില്ല അവൻ വന്നിട്ടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ വ്യാഴാഴ്ച കൂടി കണ്ടായപ്പോൾ നമ്മൾ മനസ്സിലായി അവനിവിടെ ഇല്ല എന്നുള്ളത്. എന്നിട്ട് വ്യാഴാഴ്ച എന്നിട്ട് രാവിലെ നേരം വെളുത്തപ്പോൾ തന്നെ ഞാൻ നല്ല തണുപ്പുണ്ട്, വണ്ടി എടുത്തിട്ട് ഞങ്ങളുടെ ഈ നെയ്ബർഹുഡിലേക്ക് പോയി. വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ ഗ്ലാസ് 2 താഴ്ത്തിയിട്ടിട്ട് വെളുപ്പിനെ പോയി 2-3 സ്ട്രീറ്റിൽ കിടന്നിട്ട് ചിമ്പു എന്നൊക്കെ കിടന്ന് വിളിച്ചു. 2 പേരെ കണ്ടില്ല. അത് പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിന്ന് കഴിഞ്ഞ് ഞാൻ വേഗം ഗൂഗിളിലേക്ക് പോയിട്ട് ഇങ്ങനെ ലോസ്റ്റ് പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ, അപ്പോൾ ഞാൻ അറിയാം ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, നമ്മുടെ അടുത്ത കൗണ്ടിയിൽ അങ്ങനെ കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഗ്രൂപ്പുകളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ലേഡി, ഇവനെ കാണാണ്ടായി അന്നുണ്ടല്ലോ ചൊവ്വാഴ്ച, അന്ന് രാത്രി ഒരു ലേഡി പോസ്റ്റ് ഇട്ടേക്കണം. അത് രാത്രിയാണ് ഫോട്ടോ എടുത്തേക്കുന്നത്, പിന്നെ ഫോണിൽ എടുത്തേക്കുന്നത്. ഫോട്ടോ അത്രയ്ക്ക് ക്ലിയർ അല്ല, പക്ഷേ ചിമ്പുവിൻ്റെ ബ്രീഡിലുള്ള സെയിം പൂച്ച തന്നെയാണ്, നമ്മൾ ചിമ്പു തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ നിന്ന് 5 മൈലുണ്ട്. 5 മൈലിൽ പോയിട്ട് ഒരു സ്ട്രീറ്റിൽ ഒരു വീട്ടിൽ അവൻ ചെന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ എഴുതിയേക്കുന്നത്. ഒരു പൂച്ചേനെ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞ് എഴുതിയിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നീന കണ്ടപ്പോൾ നീന പറഞ്ഞു അത് ശരിക്കും നമ്മുടെ ചിമ്പു തന്നെയാണെന്ന് പറഞ്ഞു. കാരണം അത്രയും ക്ലിയർ അല്ല, എന്നാലും ചിമ്പു തന്നെയാന്ന് പറഞ്ഞു. അപ്പോൾ അവരതിനകത്ത് നമ്മൾ വിളിച്ച് ചോദിച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞത് അവർ വീട്ടിലും ഇങ്ങനെ 2-3 ഇങ്ങനെ പുറത്ത് നടക്കുന്ന പൂച്ചകളുണ്ട്. അപ്പോൾ അവർ പുറത്ത് കിടക്കുന്നത് മണം പിടിച്ചിട്ട് അവിടെ ചെന്നതായിരിക്കും. അവിടെ ചെന്ന് അവർ ഫുഡ് കൊടുത്തു, വെറ്റ് ഫുഡും കൊടുത്തു, ഡ്രൈ ഫുഡും കൊടുത്തു. പക്ഷെ അവൻ വെറ്റ് ഫുഡ് മാത്രം കുറച്ച് കഴിച്ചുള്ളൂ. പിന്നെ ആദ്യം മറ്റേ പൂച്ചകൾ കഴിക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മറ്റേ പൂച്ചകൾ ഉറങ്ങാൻ വേണ്ടി പോയപ്പോൾ ഇവൻ വന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചൊവ്വാഴ്ച നമ്മൾ എന്തായിരുന്നാലും നമ്മൾ വിചാരിക്കണില്ലല്ലോ ഇപ്പം പോകുന്നുള്ളത്. പിന്നെ അവരുടെ അവിടെ അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നീന പറയുന്നത് ശരിക്കും അവൻ തന്നെയാണ് അതെന്ന്. കാരണം അവർ ചെവിട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, അവൻ ന്യൂട്രൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ന്യൂട്രൽ ചെയ്ത് ഇങ്ങനെ അകത്തും പുറത്തും നടക്കുന്ന പൂച്ചകൾക്ക് ഇങ്ങനെ ചെവിട് ഇങ്ങനെ കട്ട് ചെയ്യും ചെറുതായിട്ട് ഇങ്ങനെ മുകളിൽ അറിയാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ കുറേ പൂച്ചകൾ അങ്ങനെ ചെയ്യും. നമ്മൾ ഫോട്ടോയിൽ നോക്കുമ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ നീനടുത്ത് ഞാൻ പറഞ്ഞു, കാരണം അവന് ഭക്ഷണം കൊടുത്തത് 6 മണി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കൊടുത്തത്. അവരാ പോസ്റ്റ് ഇട്ടേക്കുന്നത് 7:15. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് 5 മൈൽ പോകണം. നമ്മൾ എന്നിട്ട് ആ സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടായി, സ്ട്രീറ്റിലൊക്കെ പോയി അവിടേക്ക് കടന്ന് വിളിച്ച്. ഞാൻ അവിടെ വണ്ടി ഒരു സ്ഥലത്ത് കോൾസെറ്റിൻ്റെ കൂടെ പോയി വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. ഞാൻ അവിടേക്ക് കടന്ന് ഭക്ഷണമൊക്കെ കിലുക്കി കടന്ന് വിളിച്ചൊക്കെ പോന്നു. പക്ഷെ നമ്മളിവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു 14 മിനിറ്റ് എടുത്തിട്ടുണ്ട്.
ഇവിടെ നോക്കുമ്പോൾ 5 മൈലുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ. അന്ന് ആ സമയത്ത് ഇവിടെ അങ്ങനെ ഭയങ്കര സ്നോ ഇല്ല, സ്നോയ്ക്ക് കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും എല്ലായിടത്തും സ്നോ ഉണ്ട്, ഭയങ്കര ഹൈറ്റിലല്ല സ്നോ, അല്ലെങ്കിലും സ്നോ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനടുത്ത് പറഞ്ഞു അവൻ പോവില്ല, അത്രയ്ക്ക് മൈൽ, 5 മൈൽ 1 മണിക്കൂർ കൊണ്ട് ഒരു പൂച്ച നടന്ന് എത്തി. പിന്നെ ഇവർ പൂച്ചകളുടെ മണം പിടിച്ചിട്ടാണല്ലോ വേറെ ഓരോ വീടുകളിലേക്ക് ഫുഡിനായിട്ട് ചെല്ലണത്. അങ്ങനെ അവൻ ചെല്ലൂന്ന് എനിക്ക് തോന്നണില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പിന്നെ കുറേ സ്ഥലത്ത് നമ്മൾ ഇവൻ്റെ പോസ്റ്റൊക്കെ ഇട്ട് റിവാർഡൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പോസ്റ്റുകളൊക്കെ ഒട്ടിച്ചു. ഫേസ്ബുക്കിലായിരുന്നാൽ നമ്മൾ കുറേ പോസ്റ്റ് ഒട്ടിച്ചു. പിന്നെ ഇവനെ കണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ട്രീറ്റിലേക്ക് പോയിട്ട് നമ്മൾ അവൻ്റെ ഫോട്ടോസുകൾ, അങ്ങനെ കുറേ സ്ട്രീറ്റുകളിൽ എല്ലായിടത്തും നമ്മൾ ആഴ്ച അപ്പോഴേക്ക് നീന വന്നു. എന്നിട്ട് എല്ലായിടത്തും നമ്മൾ ഫോട്ടോസുകളൊക്കെ ഒട്ടിച്ചു. അങ്ങനെ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം പോയി കഴിഞ്ഞിട്ട് ബുധനാഴ്ചയുള്ളവനെ ചൊവ്വാഴ്ച രാത്രിയാണല്ലോ കാണേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ആ ഞായറാഴ്ച ഇവിടെ വലിയ സ്റ്റോം, അതിലും വലിയത് വന്നു, വലിയ സ്നോ സ്റ്റോം, ഭയങ്കര സ്നോ ആയിരുന്നു അന്ന്. അപ്പോഴേക്ക് നമുക്ക് ഭയങ്കര വിഷമം, കാരണം ഇവന് എങ്ങനെ എവിടെ ഇരിക്കാമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ ആ ഞായറാഴ്ച ഒരു ലേഡി നമുക്ക് പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു അവരുടെ ക്യാമറയിൽ ഇങ്ങനെ ഒരു പൂച്ച, ഇങ്ങനെ സാധാരണ ഒരു പൂച്ചനെ കണ്ടിട്ടില്ല, ഒരു പൂച്ച ഇങ്ങനെ നടന്ന് പോകുന്നുണ്ടായിരുന്നു രാത്രി. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടൊന്നും കാണണത്. പക്ഷെ നമ്മൾ അവൻ്റെ വാലിൻ്റെ ഒരു ഇത് നോക്കി കഴിയുമ്പോൾ ഒരു ഡിസൈൻ ഉണ്ട് അവൻ്റെ വാലിൻ്റെ, അത് നമ്മുടെ പൂച്ചയുടെ ഇതായിട്ട് സെയിം, അത് മാത്രമേ കാണുള്ളൂ, കാരണം ക്ലിയർ അല്ല ഫോട്ടോസൊന്നും. അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളപ്പോൾ അവർ പറഞ്ഞു അന്ന് നമുക്ക് ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടില്ല, അത്രയ്ക്ക് വലിയ സ്നോയ. അപ്പോൾ അവർ പറഞ്ഞു അവർ പുറത്ത് ഫുഡൊക്കെ വെക്കാമെന്നൊക്കെ പറഞ്ഞു. അവർ എന്നിട്ട് ബ്ലാങ്കറ്റ് സാധനങ്ങളൊക്കെ പുറത്തൊക്കെ വെച്ചു, വരാണെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് വലിയ സ്നോ ആയി, നമുക്ക് വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ആ സമയം അത്രയും സ്നോയിൽ ആരും പുറത്തേക്ക് ഇറങ്ങത്തില്ല പൂച്ചകളൊന്നും. അങ്ങനെ എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ വണ്ടി എടുത്ത്, അപ്പോഴാണ് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. സ്നോയ്ക്ക് നമ്മൾ ആൾക്കാരെ വിളിച്ചിട്ട് മാറ്റിച്ചത്, കാരണം നമ്മളല്ലെങ്കിൽ സാധാരണ മാറ്റാറ്, നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് എൻ്റെ ഒരു ഡ്രസ്സ് കൊണ്ടുപോയി മണം കിട്ടാൻ വേണ്ടിയിട്ട്, നീനയുടെ ഒരു ഡ്രസ്സ് കൊണ്ടുപോയി, പിന്നെ അവൻ്റെ ഫുഡ് കഴിക്കുന്ന പാത്രം, നമ്മുടെ മറ്റേ 2 പൂച്ചകൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന പാത്രം, ഇതെല്ലാവരും കൊണ്ടുപോയി നമ്മൾ അവരുടെ ഡ്രൈവേയിൽ വെച്ചു. പക്ഷെ അവിടെ പിന്നെ അവൻ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് ആദ്യം കണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും ഒരു 1.5 മൈൽ കഴിഞ്ഞിട്ട്, പക്ഷെ അവിടെ നിന്ന് ഒരു പാർക്ക് വേ, ഒരു റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള അങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അത്രയൊക്കെ കടന്ന് അവൻ പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. അവന് ഒരു സ്ഥലത്ത് നിൽക്കണമൊന്നുമില്ല, അവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒറ്റയടിക്ക് 5 മൈൽ ആദ്യം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വീട്ടിൽ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവിടെ നിന്നില്ല അവനാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു റോഡ്, അത് വലിയ റോഡാണ്, പാർക്ക് വേ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിയ റോഡാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ ക്രോസ് ചെയ്യാൻ അത്രയും കുഴപ്പമുണ്ടാവില്ല. അതും ക്രോസ് ചെയ്ത് 1.5 മൈൽ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ, പക്ഷെ ആ വീട്ടിൽ പൂച്ച ഇവനാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം വേറൊരു സ്ഥലത്ത് ഇങ്ങനെ തന്നെ ഒരു പൂച്ച ഉണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷേ ഇവൻ്റെ പോലെ അത്രയ്ക്ക് ഇതല്ല, ഇവൻ്റെ വാലിനൊരു പ്രത്യേകത ഉണ്ട്, ഇവൻ്റെ വാലിന് ഭയങ്കര വലിയ വാലാണ്. അങ്ങനെ പറഞ്ഞു. അത് കേട്ടു നമ്മൾ അന്ന് പോയി. അന്ന് നമ്മൾ അപ്പോഴേക്കും വേഗം, അന്ന് നീനയുണ്ട്, ഞാനും നീനയും കൂടിയും കഴിഞ്ഞ ശനിയാഴ്ച ഞാനും നീനയും കൂടി വേഗം ചെന്നപ്പോഴേക്കും അപ്പോഴേക്കും ആ പൂച്ച അവിടെ പോയി. പിറ്റേ ദിവസം ഞാൻ നീനയുടെ അടുത്ത് നോക്കി നമുക്ക് ഇനി നേരത്തെ പോയിരിക്കാന്ന് പറഞ്ഞു. നമ്മൾ വൈകുന്നേരം ആയിപ്പോഴേക്കും 5 മണി ആയിപ്പോഴേക്കും നമ്മളവിടെ പോയി കാറിൽ, നമ്മളവിടെ വീടിൻ്റെ അവിടെ കുറച്ച് നീങ്ങി കാറിൻ്റെ ഉള്ളിലിരുന്നു. ഒരു 10 മണി വരെ നമ്മളവിടെ ഇരുന്നു കാറിൻ്റെ ഉള്ളിൽ. തണുപ്പത്തൊക്കെ ഇരിക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടാ. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഹീറ്റൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നു. പിന്നെ അവസാനം ആമിച്ചപ്പോൾ വരുമ്പോൾ നമ്മുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂച്ച വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അവരെ ക്യാമറയിൽ കാണുമ്പോൾ അങ്ങനെ ബെല്ലടിക്കും. അപ്പോൾ അവർ അങ്ങനെ വന്നില്ല, അന്ന് അത്ര നേരം ഇരുന്നിട്ടും വന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മക്ക് മനസ്സിലായി നമ്മളിവിടെ കാറിൽ വന്ന് ഇരിക്കുന്നുണ്ടെന്ന്. പിന്നെ അമ്മ അകത്തേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ബാഗിലേക്ക് കൊണ്ടുപോയി. അവർ വീട്ടിലും ഒരു പൂച്ചയുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ നീനയ്ക്ക് വിളിച്ചു. അപ്പോഴും ചിമ്പൊന്നും വന്നില്ല. അത് പക്ഷേ ചിമ്പു ആവില്ലെന്ന് നമുക്ക് സംശയം ഉണ്ടായത്, കാരണം ഫോട്ടോ കാണുമ്പോൾ ചിമ്പുവിൻ്റെ അത്രയ്ക്ക്, ചിമ്പുവിൻ്റെ സെയിം ബ്രീഡാണെങ്കിലും ചിമ്പുവിൻ്റെ ഫേസിന് വേറൊരു പ്രത്യേകതയുണ്ട്. പിന്നെ അവസാനം അമ്മാമ്മയുടെ വേറെ 2-3 ഫോട്ടോസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാല് കണ്ടപ്പോൾ മനസ്സിലായി അത് ചിമ്പു അല്ലാന്ന്. പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. അപ്പം അത്രയ്ക്ക് നമുക്ക് അറിയുള്ളൂ ഇപ്പോൾ അവൻ്റെ കാര്യം. പക്ഷെ അവൻ എന്തിനാ പോയെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത്ര ദൂരം അവൻ ഒറ്റയടിക്ക് പോകുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒറ്റയടിക്ക് അത്രയ്ക്ക് ദൂരത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് മണം പിടിച്ച് പിന്നെ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് പറ്റും. പതുക്കെ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്നോ ഐസ് കൂടെ മൊത്തം എല്ലായിടത്തും മൂടി കിടക്കണം.
അങ്ങനെ ആസ്പിൻ വന്നിട്ടില്ല, ആസ്പിൻ ഞാൻ എടുക്കണം. അങ്ങനെ ചിമ്പുവിനെ കാണുക. നമുക്ക് കുറേ ദിവസം ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇവൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിനും നമുക്കൊരു ഇഷ്ടമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നോട് ചെറുതായിട്ട് സ്നോ വീഴുന്നുണ്ട്, അത്ര സ്നോ ഇല്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ മഴയാവും. പിന്നെ നാളെ തുടങ്ങി ഇവിടെ അത്യാവശ്യം നല്ല വെതർ വരുന്നുണ്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാവും. അപ്പോൾ ഈ സ്നോയ്ക്ക് മാറും. അപ്പോൾ ഈ അവൻ വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴും വിളിക്കും അവനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. കാരണം ഈ കോഴീനെ ഇതിനൊന്നും ഇട്ടിട്ട് അവനങ്ങനെ പോവില്ല സാധാരണ. കാരണം ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്കും പോകാറില്ല. എപ്പോഴും അല്ലെങ്കിൽ കോഴിയുടെ കൂടെ കളിക്കും, താറാവുകളുടെ കൂടെ കളിക്കും, അല്ലെങ്കിൽ മറ്റേ പൂച്ചകളെ ഇഷ്ടമാണ്. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സ്ഥലം. ഇനിയിപ്പോൾ 2 ദിവസം ഞാൻ അവൻ്റെ അടുത്ത് ചെല്ലാണ്ടിരുന്നിട്ട് അവന് വിഷമമായിട്ട് പോയതാണോ. അവസാനത്തെ ദിവസം ബോൾസാനെ ഭക്ഷണം കൊടുത്തത്. ബോൾസാനെ അങ്ങനെ ഒരു സമയത്ത് ഭക്ഷണം കൊടുക്കാറില്ല. ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത്. ഞാനൊരു ബോൾസാനെ എപ്പോഴും ചീത്ത പറയും, ബോൾസാനെ ഭക്ഷണം കൊടുത്തൊക്കെ പോയിരുന്നത്. എന്താ പോവാൻ കാരണം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ എന്തെങ്കിലും കിളീനെ എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ ഓടിയിട്ട് അങ്ങനെ ഓടിപ്പോയിട്ടുണ്ടാവോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്തുണ്ടായി എന്നുള്ളത്. കാരണം അവൻ പോയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ സഹിക്കാൻ പറ്റാത്ത വിഷമം നമുക്ക് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഭയങ്കര സ്നോയ്ക്ക് വീഴുമ്പോൾ നല്ല ആദ്യം അന്ന് വലിയ സ്ട്രോമൊക്കെ വീഴുമ്പോൾ അന്ന് വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടി നല്ല രസമായിരുന്നു. പക്ഷെ സ്നോ വീഴുമ്പോഴൊക്കെ നമുക്ക് വിഷമമാണ്. കാരണം ഇത് പുറത്താണല്ലോ നടക്കുന്നത്. എവിടെയും ഭക്ഷണം കിട്ടണില്ലല്ലോ. പുറത്തേക്ക് നടന്ന് അവന് ശീലമുണ്ട്. അവനെപ്പോഴും സ്നോയ്ക്ക് വരുമ്പോഴേക്ക് ആയിരുന്നാലും പുറത്തേക്ക് നടക്കുന്നുണ്ട്. അന്ന് വലിയ സ്ട്രോം വന്നെന്ന് പറഞ്ഞില്ല. അപ്പം അതിൻ്റെ തലേദിവസം മറ്റേ 2 പൂച്ചകൾ വന്നിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മൾ കുറേ ഭക്ഷണമൊക്കെ കൊടുത്തു. നമുക്കറിയാം പിറ്റേ ദിവസം വലിയ സ്നോയാണ് വരുന്നതെന്നുള്ളത്. അവരിലാർക്ക് അങ്ങനെ കയറില്ല നമ്മുടെ പേര്. അപ്പം ഞാൻ നീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അന്ന് രാവിലെ അപ്പോൾ നീനയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് നീനയ്ക്കാണ് കൂടുതൽ അടുപ്പം. കാരണം ഞങ്ങളാണ് കൂടി ഉണ്ടായിരുന്നത്. നീനയുള്ളൂ ഈ വർഷം പോയത്. നീനയുടെ അടുത്ത് വർത്താനം പറഞ്ഞ് അന്ന് സ്നോ വീണത് രാവിലെ വിളിച്ചുകൊണ്ടിരിക്കുക. പിറ്റേ ദിവസം സ്നോ വീണ് കഴിഞ്ഞിട്ട് ഭയങ്കര പൊക്കത്തിൽ സ്നോ വീണേക്കാം. ഞാൻ പറഞ്ഞു ഒന്ന് അവർ പൂച്ചകൾ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ തന്നെ നോക്കിയിരിക്കും. മറ്റേ 2 പൂച്ചകൾ ഞാൻ നോക്കി. ഇപ്പോൾ മറ്റേത് ഞാനൊരു വീഡിയോ വന്നിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ ക്യാഷ് സ്നോയിൽ മുങ്ങി ഇങ്ങനെ വരാണ്. അതിന് പക്ഷേ ഞങ്ങൾക്ക് വന്ന് ഭയങ്കര അത്ഭുതമായി. കാരണം അത് അവിടെ നിന്ന് കുറേ ദൂരത്തുനിന്ന് അപ്പുറത്തെ കിടക്കുക. അവിടെ നിന്ന് എങ്ങനെയാ സ്നോയുടെ ഉള്ളിൽ കൂടെ വന്നിന്ന് പറഞ്ഞിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി. അതിന് ഇവർ മുങ്ങിപ്പോണ അത്ര സ്നോയിൽ ഇവരിങ്ങനെ അധികം വെയിറ്റ് ഇല്ലല്ലോ. അപ്പോൾ അവർ അത്ര പോവില്ല. ഇവരങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകും, ഇങ്ങനെ മുങ്ങിപ്പോലെ. അങ്ങനെ മറ്റേ പൂച്ചകൾക്കായിരുന്നാലും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പണ്ടത്തെ അത്രയ്ക്ക് അങ്ങനെ ഭക്ഷണം നമുക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ അവിടെ ബാക്കി വെച്ചിട്ട് അവർ പോകും. പക്ഷെ നമുക്ക് ഈ പെറ്റിനെയൊക്കെ വളർത്തുന്നവർക്ക് അറിയുള്ളൂ അതിനെ കാണാണ്ടാവുമ്പോഴുള്ള വിഷമം. അല്ലാത്തവരുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത്രയ്ക്ക് അതിലൊരു ഫീലിങ്സ് ഉണ്ടാവില്ല. ചിമ്പു എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര നാൾ വളർത്തിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എൻ്റെ ഒരു പെറ്റാണ് ചിമ്പു. കാരണം ഞാൻ അവരുടെ അടുത്ത് പറയല്ലോ, എപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നാലും ഏത് ഉറക്കത്തിൽ നിന്നാലും എഴുന്നേറ്റ് വരും. അപ്പോൾ ഒരിതും അവനെ ഉറങ്ങണ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ കോഴിയുടെ അടുത്തേക്ക് പോവില്ല. എപ്പോഴും ഗ്രീൻഹൗസിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാം. അവിടെ നമ്മൾ ആ ഒരു കസേരയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കസേരമ്മ അവന് കിടക്കുന്നത് ഇഷ്ടമില്ല. അവന് നമ്മുടെ തോട്ടമുണ്ടല്ലോ, അവിടെ നല്ലൊരു മണ്ണലുള്ള നല്ലൊരു സ്ഥലമുണ്ട്, അവിടെ എപ്പോഴും കിടക്കുക. അല്ലെങ്കിൽ നമ്മളിവിടെ ഡെക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന ദിവസങ്ങളിലൊക്കെ അവൻ എപ്പോഴും ഇവിടെ അകത്തുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ആസ്പിന് ഇല്ലാത്ത സമയത്ത് ആസ്പിന് ഇല്ലല്ലോ. അപ്പോൾ അവൻ വന്നിട്ട് ആസ്പിൻ്റെ അവിടെ കിടക്കും. അപ്പോൾ ഞാൻ പറയും ഓക്കെ നീ അവിടെ കിടക്ക്. അവന് ഇഷ്ടമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ വീട്ടിൽ, പിള്ളേരൊന്നും ഇല്ല. എപ്പോഴും ഞാൻ ഇരുത്തും അകത്ത്. ഞാൻ ഫോണിലേക്ക് ആയിരുന്നാലും ഈ പൂച്ചകളുടെ ഗെയിമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചു കൊടുക്കും. അതൊന്നും ഇഷ്ടമില്ല കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഇങ്ങനെ അകത്തങ്ങ് നടന്ന് കഴിഞ്ഞിട്ട് വേഗം ഓടി പോയിട്ട് വാതിലിൻ്റെ അടുത്ത് നിൽക്കും. അപ്പോൾ പുറത്ത് പോകണം. പുറത്തെ കാഴ്ചകളാണ് കൂടുതൽ ഇഷ്ടം. അകത്തങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമില്ല. തണുപ്പൊക്കെ വരുമ്പോൾ വരും. ചില ദിവസങ്ങൾ അകത്ത് വന്നിട്ട് കിടന്നുറങ്ങും. അങ്ങനെ നമ്മൾ അത്ര അധികമായിട്ട് നമ്മൾ അവൻ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ മറ്റേ പൂച്ചകൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡ്രൈ ഫുഡ് കൊടുക്കാം. വെറ്റ് ഫുഡ് ആകുമ്പോൾ ഓരോ ചെറിയ ടിന്നിനൊക്കെ ഇതിന് നല്ല പൈസ കൊടുക്കണം. അപ്പോൾ ഔട്ടിങ്ങളാൽ നമ്മൾ ഡ്രൈ ഫുഡ് കൊടുത്തിട്ട് ശീലിപ്പിച്ചാൽ അവർ കൊടുക്കും. ചിമ്പുവിന് നമ്മൾ ഇന്ന് സ്പെഷ്യലാണ്. മറ്റേ 2 പൂച്ചകൾ അവിടെ നിന്നിട്ട് ഡ്രൈ ഫുഡ് കഴിക്കുമ്പോൾ ഇവന് എപ്പോഴും ഞാൻ ഔത്തേറ്റിട്ട് ഇവന് വെറ്റ് ഫുഡ് കൊടുക്കും എപ്പോഴും. അങ്ങനെ ഭയങ്കര അവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ചിക്കനൊക്കെ വീശി കൊടുത്താലും ആ പൂച്ചകൾ കഴിക്കില്ല. അത് ഇവനും കഴിക്കില്ല. അങ്ങനെ ഭയങ്കര അതായിട്ട് നമ്മൾ അവനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ദിവസം എന്താണ്ടായി എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയാവും പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുന്നു.
അങ്ങനെ അതാണ് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിശേഷം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്ത് ഞാൻ വിചാരിക്കും വീഡിയോ ചെയ്യണമെന്ന്. പിന്നെ ക്യാമറ എടുക്കുമ്പോൾ എന്തായാലും എനിക്ക് അവന് ഇഷ്ടമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ്റെ വീഡിയോസുകൾ നിലയ്ക്ക് എടുത്ത് കാണുമ്പോൾ അപ്പോൾ തുടങ്ങി കരച്ചില്ല. അപ്പോൾ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ എന്നാലും നമുക്ക് വിഷമമാണ്. കാരണം അവനെന്തെങ്കിലും ഫുഡ് കിട്ടിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്നിനോടൊരു ഇതില്ല. ഇപ്പോൾ പിന്നെ 2 ആഴ്ചയായല്ലോ. എന്നാലും എപ്പോഴും നമ്മളിങ്ങനെ ഈ ഫേസ്ബുക്കിലേക്ക് നല്ല പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾ എപ്പോഴും നോക്കും. ഇങ്ങനെ ഇവിടെയൊക്കെ നല്ല കുറേ പൂച്ചകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും. പിന്നെ എപ്പോഴും ഇങ്ങനെ ഓരോരോ അപ്ഡേറ്റ് ഇങ്ങനെ വരും. ഇങ്ങനെ പൂച്ചേനെ അവിടെ കണ്ടു എന്നൊക്കെ. തണുപ്പൊക്കെ മാറുമ്പോൾ അവൻ വരുമെന്ന് തന്നെ വിചാരിക്കണം ഞാൻ. അങ്ങനെ അതൊക്കെയുള്ളൂ വിശേഷങ്ങൾ. പിന്നെ കോഴിയും താറാവുകളും അവർക്കാർക്കും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോളോ വിശേഷം. അപ്പം ഇനി പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ട് ഇനി പിന്നെ വരാം. ഇവരുടെ കുറച്ച് വീഡിയോസുകളും ഇവിടെ പിന്നെ സ്നോ വീണമെന്നൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ കോഴിക്കോട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് നല്ല ഭംഗിയായിരുന്നു വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത്രയധികം ഭയങ്കരമായിട്ട് സ്നോ ഇവിടെ കുറേ വർഷത്തിനിടയ്ക്കാണ് അത്രയ്ക്ക് വലിയ സ്നോ വീഴുന്നത്. ചിമ്പൊക്കെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ വീഡിയോസുകളൊക്കെ ഞാൻ എടുക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസുകളും പിന്നെ ഞാൻ വന്ന സമയത്ത് കുറച്ച് വീഡിയോസുകളൊക്കെ ചിമ്പുവിൻ്റെ ഒക്കെ ഞാനിങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടുമ്പോൾ അങ്ങനെ കാണിക്കാമെന്ന് വെച്ചിട്ട് പിടിച്ച് വെച്ചത്. പക്ഷേ ഇപ്പം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി. ഇപ്പം ഞാൻ വന്നിട്ടൊക്കെ ആയിരുന്നാലും 1 മാസം കഴിഞ്ഞല്ലോ നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ എവിടെ പോകുമ്പോഴായിരുന്നാലും നമുക്ക് വിഷമമായിരുന്നു. ഈ പ്രാവശ്യം നമ്മളെല്ലാവരും കൂടി പോയപ്പോഴായിരുന്നാലും നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഹസ്ബൻഡിനെ നമ്മൾ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ചിമ്പുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പോയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ട് വന്ന് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും കൂടി തയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ വരുന്ന സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ വിചാരിക്കും പിണങ്ങി പോയായിരിക്കും. എനിക്കറിയില്ല പൂച്ചകളൊക്കെ ഇങ്ങനെ പിണങ്ങോ അത്ര പെട്ടെന്ന് പിണങ്ങോ എന്നൊക്കെ എനിക്കറിയില്ല. എന്നാലും ഇതിന് മുമ്പും ചില സമയത്തൊക്കെ തിരക്കൊക്കെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അകത്തേക്ക് കയറിയിട്ട് നോക്കണം. ചട്ടിയുടെ ഉള്ളിലേക്ക് കയറി മാന്തും, മണ്ണൊക്കെ എടുത്ത് പുറത്തിടും. ഞാൻ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ ഓർഡറൊക്കെ ഇങ്ങനെ കൂടുതലേക്കുള്ള ഭയങ്കര തിരക്കുള്ള സമയത്തൊക്കെ ആയിരുന്നു ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചാടി അകത്തേക്ക് കയറും. അപ്പോൾ ഞാൻ കയറണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നതാണ്. അങ്ങനെയൊക്കെ ഇതിന് മുമ്പും അങ്ങനെ കയറ്റാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അന്ന് എന്തുണ്ടായിരുന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക വരും തന്നെ ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സ്നോ മാറ്റുന്നതാട്ടോ അവർ മെഷീൻ വെച്ചിട്ടേ സ്നോനെ ഇങ്ങനെ ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ സ്നോ പറന്നു പോകുന്നതാട്ടോ കാണാം. നമ്മുടെ വണ്ടീടെ മുകളിലേക്ക് നോക്കിക്കേ നല്ല ഹൈറ്റിൽ തന്നെ മഞ്ഞ് വീണ് കിടക്കണുണ്ട് കേട്ടോ. അപ്പം അവരത് ചിമ്പു അമ്മയുടെ പൊന്നിട്ട് എന്നിട്ട് എടുത്തവിടെ നമ്മുടെ ആസ്പിഞ്ഞാട്ടിന് അവിടെ സുഖമായിട്ട് ഇരിക്കണുണ്ടെന്ന്. അവനവിടെ കിടക്കാം. മോന് തണുത്താ? കുഞ്ഞുമോൻ തണുത്താ? കൊച്ചിന് ഷോപ്പറേറ്റിൽ പോകുമ്പോൾ നമ്മൾ വെറ്റ് ഫുഡ് കൊണ്ടുവരും. ചേച്ചി ചായ തൊട്ടു നമ്മുടെ പൂച്ചയുടെ ചിമ്പിട്ടിനോടി പറഞ്ഞിട്ട് അവൻ ഇത്ര നേരം അകത്തുണ്ടായത് കേട്ടോ. ഇപ്പം വന്നിട്ടാണ് പുറത്തേക്ക് പോയുള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷെ അതിനകത്തേക്ക് അങ്ങനെ കയറണ്ട. കയറിയിട്ടുണ്ടെങ്കിൽ അധികം നേരം നിൽക്കില്ല. അവരുടെയൊക്കെ കാൽപ്പാടുകളാണ് ഈ കാണാൻ. കാജൽ അകത്തേക്ക് കയറങ്ങട്. കാജലിനകത്തേക്ക് രാവിലെ നേരം കേട്ടോ നമ്മുടെ പൂച്ചകളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ചിമ്പൂട്ടൻ കുറച്ച് നേരം അകത്തുണ്ടായിരുന്നു കേട്ടോ. മറ്റേ 2 പൂച്ചകൾ നിങ്ങൾക്കറിയാലോ, അവർ നമ്മുടെ അകത്തേക്ക് അങ്ങനെ കയറില്ല. അവർക്ക് കുറച്ച് പേടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെ അകത്തേക്ക് കയറില്ല. തണുപ്പെന്ന് വെച്ചാലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയ്ക്കധികം ഫ്രീസിങ് എന്ന് വെച്ചാൽ നമ്മളൊരു തുള്ളി വെള്ളം, ഞാൻ അവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവരവിടെ നിന്നിട്ട് കുടിക്കണത് നല്ല ചൂടുള്ള ഒഴിച്ചു കൊടുത്തത്. പക്ഷേ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും വെള്ളം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രീസ് ആവും. ഞാൻ കിളികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അരി വന്ന് കഴിക്കണം നോക്കിക്കേ. എന്താ സുഖമായിട്ട് കിടക്കണേ? ആസിൻ ചേട്ടൻ്റെ ആണ്.
ആ അത് മരം കൊത്തിയ നമ്മുടെ കൂട് അവിടെ കാറ്റത്ത് സ്നോ പറന്നിട്ട് കൂടിൻ്റെ ഉള്ളിലേക്ക് വീണേക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ കുറേ കിളികൾ വന്നിരിക്കും കേട്ടോ, ഈ കോഴികളുടെ തീറ്റ കഴിക്കാൻ വേണ്ടിയിട്ട്. നിറച്ചും കിളികൾ അതിൻ്റെ ഉള്ളിൽ കണ്ടേ. നമ്മുടെ വീടിൻ്റെ ബാക്കിലത്തെ സ്നോ ആട്ടോ. നമ്മുടെ താറാവുകൾ ഇവിടെ സ്നോയിൽ നമ്മളവിടെ കിളികൾക്ക് നമ്മൾ ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. കിളികൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് നോക്കിക്കേ. ചില സമയത്ത് കുറേ കിളികൾ ഓടിയിട്ട് ഒരുമിച്ച് വരും കേട്ടോ. ഇത് കാർഡിനൽ എന്ന് പറഞ്ഞിട്ടൊരു കിളിയാട്ടോ. ഭംഗി അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മുടെ ചിമ്പുട്ടിൻ്റെ ഫ്ലെയർ നമ്മൾ ഇപ്പോൾ കടയിൽ നിന്ന് എടുത്തതാട്ടോ. എന്നിട്ട് ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ ആക്കി വയ്ക്കുക, കാരണം മഴ പെയ്യുമ്പോൾ നനയുമല്ലോ. പ്ലാസ്റ്റിക് കവർ തേഞ്ഞില്ല, അപ്പം നീന വന്നിട്ടുണ്ട്. നീന കവർ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി ചിമ്പുട്ടിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തതാണ്. നമ്മുടെ അടുക്കളയുടെ ഫ്രിഡ്ജിൻ്റെ അവിടെ നിന്നിട്ട് എടുത്ത ഫോട്ടോ. ഇത് നീന ഓരോ സ്ഥലത്ത് പോസ്റ്ററുകൾ വയ്ക്കുന്നതാട്ടെ.